ഹായ്. അപ്പം നമ്മൾ ഇന്നലെ മുഴുവൻ വാർത്ത ഇന്നലെയല്ല മിനിഞ്ഞാന്ന് മുതൽ വാർത്തയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ചൂരൽമലയിലെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് കുടുംബങ്ങളാണ് പോയിരിക്കുന്നത്. അതേപോലെ ഒരുപാട് പേരെ കിട്ടാനുണ്ട്. അങ്ങനെയൊക്കെ കുറേ ന്യൂസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. നിർത്താണ്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഇല്ലാത്തവർ ഇൻസ്റ്റാഗ്രാം തപ്പിപ്പിടിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് രണ്ടും ഉപയോഗിക്കാത്തവർ നമ്മളെ അന്വേഷിക്കാൻ വേണ്ടി വേറെ ആൾക്കാരോട് ചോദിച്ചിട്ട് നമ്മളെങ്ങനെയാണ് സേഫാണോ എങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വയനാടാണെന്ന് മാത്രമേ ചിലർക്കൊക്കെ അറിയത്തുള്ളൂ. കസിൻസും അങ്ങനെയുള്ള കുറച്ച് പേർക്കേ വയനാടെന്ന് അറിയത്തുള്ളൂ. പിന്നെ അതേപോലെ വയനാട് എവിടെയാണെന്ന് അറിയത്തുള്ളൂ. ബാക്കി പകുതി പേർക്കും നമ്മൾ എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയാത്തവരൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് ഒരുപാട് പേര് നമ്മളെ ഒക്കെ ചോദിക്കും, നിങ്ങൾ സേഫാണോ, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഉരുൾ പൊട്ടിയ സ്ഥലത്താണോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് വിളിക്കുന്നുണ്ട്. അതേസമയം ചേട്ടായിനെ വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമായപ്പം ചേട്ടാ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. ഇന്നലെ രാവിലെ ആയപ്പോൾ ചേട്ടായിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. ചേട്ടായിൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ സേഫാണോ, നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ച്. ഇപ്പം നമ്മൾ സേഫാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല എന്താ പറയുക, ചെറിയ വെയിലൊക്കെ വന്ന് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വരുതൂരാണുള്ളത്. ഉരുൾപൊട്ടിയ ചൂരൽമല നമ്മൾ വരുതൂരാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് കുറേ ഇപ്പുറത്തേക്കാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ സേഫാണ്. കുറേ പേരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടും നമ്മളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എന്താ പറയുക, കുറേ പേരോട് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തവരുണ്ട്. അത്രയും പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിൻസായിട്ടും അല്ലാണ്ട് പുറത്തുള്ള ആൾക്കാരായിട്ടും അങ്ങനെ വിളിക്കാത്തവരായിട്ടും പിന്നെ എൻ്റെ നമ്പർ ഇല്ലാണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ സേഫാണ്. നമ്മൾ മൊത്തത്തിൽ സേഫാണ്. നമുക്കിവിടെ വെള്ളം കയറും ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് വയലുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല. നിലവിലിപ്പോൾ ഒന്നുമില്ല. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ കിട്ടാത്തവരെ പെട്ടെന്ന് കിട്ടാനും അതേപോലെ തന്നെ എന്താ പറയുക, കുറേ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. എന്നാലും എനിക്ക് പറയാനൊന്നും ഇപ്പം എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവരെയൊക്കെ ഒന്ന് പെട്ടെന്ന് കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കുറേ പേരൊക്കെ കാണാതായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും തിരിച്ച് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. ഞങ്ങൾ സേഫാണ്. ഈ വീഡിയോ ഇടുന്നത് തന്നെ ഒരുപാട് പേര് വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും കൊണ്ടാണ് ഞാൻ ഇടുന്നത്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സേഫാന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ഒരു ചെറിയ വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ സേഫാണ്.